കോളേജ് അടച്ചു അല്ലേ? ആ. എന്താണെന്ന് വെച്ചാല് കാര്യങ്ങൾ ഇങ്ങനെ എഴഞ്ഞും കുഴഞ്ഞും മുന്നോട്ട് നീങ്ങിയാ പോരാ. പോരാ, വല്ലതും വൈകാതെ ചെയ്തേ നോക്കൂ. അങ്ങനെയാണെങ്കിലേ ആ മന്ത്രി ഒന്ന് കണ്ടു നോക്കിയാലോ? അതല്ലേ, പാർട്ടിക്കാർക്കാണല്ലോ 10 രൂപ കൊടുക്കുകയും ചെയ്യാം. സമയമാ പ്രധാനം. അടുത്ത കൃഷിക്ക് മുമ്പ് പുഴയിൽ ചിറ വേണം. നീ എത്തി, നീ അങ്ങ് ചടച്ചു പോയല്ലോ മോനെ. ഹോസ്റ്റലിലെ ഭക്ഷണം പിടിക്കാഞ്ഞിട്ടാണ്. വാ. രാഹുലൻ വന്നു. പരീക്ഷയൊക്കെ എങ്ങനെ എഴുതി? ക്ലാസ് കിട്ടുമോ? ജയിക്കും. വെറുതെ ജയിച്ചിട്ടെന്തിനാ? അവന് ക്ലാസ് കിട്ടും. പുഴയിൽ മുങ്ങിത്താഴും സന്ധ്യ കുങ്കുമപ്പൊട്ടിൻ അഴകും വിഴുങ്ങുന്നു തിര. പുഴയിൽ മുങ്ങിത്താഴും
സന്ധ്യ കുങ്കുമപ്പൊട്ടിൻ അഴകും വിഴുങ്ങുന്നു തിര പെയ്തൊഴിയാത്ത മുകിലിൻ പെയ്തൊഴിയാത്ത മുകിലിനസ്വാസ്ഥ്യമായി മുളം തണ്ടിലെ തിരുമുറിവിലാരോ മെല്ലെ ചുണ്ടമർത്തവേ ചുരന്നൊഴുകും മൃദൂഷ്മളരാഗത്തിൻ ഉന്മാദമാ ഒരു പൊന്മതൻ ചുണ്ടിന്നിരുപാടുമായി തൂങ്ങിപ്പിടയും ഒരു പൊന്മതൻ ചുണ്ടിന്നിരുപാടുമായി തൂങ്ങിപ്പിടയും മത്സ്യത്തിന്റെ നിശബ്ദ ദുരന്തമായി വിട ചോദിക്കുമേതോ പക്ഷിതൻ വിഷാദമായി അകലെയൊരു നേർത്ത നിഴലായി മായും തോണിക്കകമേ നിന്നും കാറ്റിൽ പടരും നാടൻ പാട്ടിൻ താഴം ഭൂമണം ഉള്ളിൽ തൊട്ടു തൊട്ടുണർത്തുന്നതാകമാ നിൽക്കുന്നു ഞാനിപ്പുഴയോരത്ത് ആരും കാണാതെ നക്ഷത്രമൊന്നെന്നുള്ളിലെരിയുന്നു ഞാനുമീ സോപാനത്തിൽ ഗാനമായുരുകുന്നു ഞാനുമീ സോപാനത്തിൽ ഗാനമായി ഉരുകുന്നു. ഞാൻ പേടിച്ചു പോയല്ലോ. കുട്ടി എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ആ എനിക്ക് നോവും കേട്ടോ. നോട്ടെ, എനിക്കൊന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ലേന്ന് വേഗം വയ്ക്കും. അമ്മ ഇപ്പൊ തിരക്കുന്നുണ്ടാവും. നേരം ഒത്തിരി ആയല്ലോ. മോനെന്താ എഴുന്നേൽക്കാത്തെ? എഴുന്നേറ്റ് കാപ്പ് കുടിക്ക. രാഹുല, രാഹുല, ഇങ്ങനെ കിടന്നോ?
പൂക്കളൊക്കെ ചുണവുള്ളവർ കൊണ്ടുപോകട്ടെ. ഒന്ന് എഴുന്നേൽക്കൂ രാഹുല. പൂക്കളൊക്കെ നമുക്ക് തന്നെ പറിക്കണം. ഒന്ന് എഴുന്നേൽക്കൂ. എഴുന്നേൽക്കാൻ. കാപ്പി തണുത്തല്ലോ, മോനെന്താ കുടിക്കാത്തെ? നീ അറിഞ്ഞോ, തെക്കേലെ വീടും പറമ്പും നമ്മൾ വിലയ്ക്ക് വാങ്ങി. തുളസി മരിച്ച ശേഷം കമലമ്മ തനിച്ചായിരുന്നല്ലോ അവിടെ. അവൾക്കങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞ് വല്ല ശീലവുമുണ്ടോ? എല്ലാം വിറ്റ് വിറക്കി ഇവിടം വിടണമെന്നായി. ആ വീട് പൊളിക്കാൻ നമ്മളിന്ന് വേലക്കാരെ നിർത്തിയിട്ടുണ്ട്. എപ്പോ ഒന്നും ഞാൻ നോക്കിയിരിക്കായിരുന്നു. എന്നിട്ടാണോ വീട്ടിലോട്ട് വരാതിരുന്നത്? അമ്മ കിടന്ന കിടപ്പ, തീരെ വയ്യാണ്ടായി. ചേച്ചി ചേച്ചി ചേച്ചിക്ക് അതിന് വല്ല നേരമുണ്ടോ? 5-6 ദിവസം മുമ്പ് ഒന്ന് വന്നേച്ചു പോയി. എനിക്കിനി ആരുമില്ല. ഒന്ന് മിണ്ടാനും പറയാനും പോലും എനിക്കാരുമില്ല. അവധി തീരുമ്പോൾ രാഹുലനും പോകും. പിന്നെ ഞാൻ ഒറ്റയ്ക്കാകും. കുഞ്ഞിന്റെ ഇതിനകത്തോടൊന്നും കയറണ്ട, വല്ല പാമ്പ് മറ്റതാണ്. എന്താ രാഹുല? തുളസി എവിടെ പോയി? തുളസിയെ കാണാൻ മാത്രമേ ഇവിടെ വരത്തുള്ളൂ. വരൂ. അവളെങ്ങാണ്ട് ഇറങ്ങാൻ പോയിരിക്കുക. മോനെന്തിനാ അവിടെ പിറകെ നടക്കുന്നു? അവള് മഹാപിഴയാ. ഞാൻ പോവാ. നിൽക്കുന്നേ, ഇച്ചിരി കാപ്പ് കുടിച്ചിട്ട് പോയാ മതി. വേണ്ട. ഓ, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടായിരിക്കും. ചെക്കനങ്ങ് വളർന്നു പോയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ എന്റെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. എന്താ, എന്നോട് ഇഷ്ടമില്ലേ? കൊച്ചു കള്ളൻ. രാഹുല, എന്താടി?
നിങ്ങൾക്ക് നാണമില്ലേ? ചെറ്റമ്മാടി, നീ എന്നെ നാണം പഠിപ്പിക്കാൻ വന്നിരിക്കാണ്. പോവുകയാണല്ലേ? എന്നോട് പറയാതെ. കഷ്ടം. തുളസിയെ കാണാനാ ഞാനിവിടെ വന്നത്. എന്നിട്ട് കാണേണ്ടവരെ കണ്ടു അല്ലേ? തുളസി, എന്നാലും എന്റെ രാഹുലൻ ഇത്രയ്ക്ക് നാണം കെട്ട്. ഇത് ഇത്തരം ഒരു വീടായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. ആ പെണ്ണി കണ്ടിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? ആര്? തോസിയോ? ആ 2-3 കൊല്ലമായെന്ന് തോന്നുന്നു. ആ ചേട്ടത്തി ഇപ്പൊ എവിടെ? അവൾ എവിടെയാണെന്ന് ആർക്കറിയാം? അവള് പണ്ടേ വിലയില്ലായിരുന്നു. അവള് കൊന്നതാന്നാ നാട്ടുകാർ പറയണത്. അതൊക്കെ ആളുകൾ ചുമ്മാ പറയുന്ന. അവള് തന്നെത്താനെ ചാടിച്ചത്ത. ഭാഗീരഥി, ഓ, അവനെവിടെ? അകത്തുണ്ട്. രാഹുല, നിന്റെ റിസൾട്ട് വന്നു. ജയിച്ചു. ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. എന്റെ ഈശ്വര. MA ക്ക് ചേരണം. അപേക്ഷ കൊടുക്കാൻ താമസിക്കണ്ട. നീ എന്താ മുനിയെ കൂട്ട് പറഞ്ഞ കേട്ടില്ലേ? കേട്ടു. അവനത്ര മോശക്കാരനൊന്നുമല്ല. എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതു വരുന്നു, വീണ്ടും സന്ധ്യകൾ തൊഴുതു വരുന്നു. എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതു വരുന്നു, വീണ്ടും സന്ധ്യകൾ തൊഴുതു വരുന്നു. എന്റെ കടിഞ്ഞു പ്രണയകഥയിലെ പെൺകൊടി, നിൻ ചുടു നിശ്വാസധാരയാം വേനലും നിർവൃതിയായൊരു പൂക്കാലവും, നിൻ ജലക്രീഡാലഹരിയാം വർഷവും, നിൻ കുളിർ ചൂടിയ ഹേമന്തവും, ചുടു നിശ്വാസധാരയാം വേനലും നിർവൃതിയായൊരു പൂക്കാലവും, നിൻ ചുടു നിശ്വാസധാരയാം വേനലും നിർവൃതിയായൊരു പൂക്കാലവും, നിൻ ജലക്രീഡാലഹരിയാം വർഷവും, നിൻ കുളിർ ചൂടിയ ഹേമന്തവും,
വന്നു തൊഴുതു മടങ്ങുന്നു പിന്നെയും പിന്നെയും. നീ മാത്രമെങ്ങു പോയി, നീ മാത്രമെങ്ങു പോയി. ചുരുൾ വെട്ടിയില തിന്നു തൊടുത്തൊരു പൊന്നുഷ കന്യകൾ വന്നു പോകും. നിൻ ചുരുൾ വെട്ടിയില തിന്നു തൊടുത്തൊരു പൊന്നുഷ കന്യകൾ വന്നു പോകും. നിൻമുടിച്ചാർത്തിലെ സൗരഭമാകെ പണ്ടെന്നു കവർന്നൊരി പൂക്കൈതകൾ പൊന്നിതൾ ചെപ്പു തുറക്കുന്നു പിന്നെയും പിന്നെയും. നീ മാത്രമെങ്ങു പോയി, നീ മാത്രമെങ്ങു പോയി. Who are you? രാഹുലൻ. Good. Come on. അപ്പോ താനാണ് എന്റെ സഹമുറിയനല്ലേ? എപ്പോ എത്തി? ഉച്ചയ്ക്ക്. ഗുഡ്. വിശദമായി പരിചയപ്പെട്ടയാളെ. ഐ എം ജയശങ്കർ. ഹലോ. കൂട്ടുകാർ എന്നെ ശങ്കു എന്ന് വിളിക്കും. അത്യഗാധമായ പ്രേമം വരുമ്പോ നിങ്ങൾക്കും അങ്ങനെ വിളിക്കാം. ഇതാണ് പുരുഷോത്തമൻ, ആയിരങ്ങളുടെ ആരാധനാപാത്രം. കഴിഞ്ഞ 3 വർഷമായി ഈ കോളേജിലെ ബെസ്റ്റ് ആക്ടറാണ്. ബൈ ദി വേ, സ്ത്രീവേഷമാണ് കെട്ടാറ് കേട്ടോ. ഇതാണ് പ്രേംകുമാർ. നമസ്കാരം. ഇദ്ദേഹം സ്ഥാപിച്ച റെക്കോർഡ് അടുത്ത കാലത്ത് എങ്ങും ആരും തകർക്കില്ല. എന്ത് റെക്കോർഡ്? ക്രോസ് കൺട്രി. ഇദ്ദേഹം ഒരു പെണ്ണിനയച്ച പ്രേമലേഖനം പട്ടാളക്കാരനായ അവളുടെ ആങ്ങളുടെ കയ്യിൽ കിട്ടി. അദ്ദേഹം ഇവനെ പൊതുവെ പെരുമാറി ഇദ്ദേഹം പോയ വഴിയെ പുല്ല് പോലും കളിച്ചിട്ടില്ല. സിറ്റ് ഡൗൺ പ്ലീസ്. ബൈ ദി വേ, രാഹുലൻ പ്രേമിച്ചിട്ടുണ്ടോ? പേര് കേട്ടപ്പോ അങ്ങനെ തോന്നി. പിന്നെ ലവ് ലെറ്റേഴ്സ് കളക്ട് ചെയ്യുന്നതാണ് എന്റെ ഹോബി. കിട്ടുന്ന ലെറ്റേഴ്സ് വായിച്ചു കഴിഞ്ഞ് എനിക്ക് തരണം. ഇതാണെന്ന് തോന്നുന്നല്ലോ. പുരുഷോത്തമ, ഇയാളൊരു കവിയാണല്ലോ. Today, I'll take you to the glorious feathers of Shakespeare's famous play, A Midsummer Night's Dream. As you are aware, this is one of his most powerful plays, written around 1594. By this time, Shakespeare established himself as a popular dramatist and as a poet of whom much was expected. Midsummer Night's Dream, Richard അത് രാഹുലിന് മാത്രം. എനിക്ക് പുസ്തകം വായിക്കുന്ന പ്രശ്നം ഞാൻ രക്ഷപ്പെടുന്ന പറ്റുന്നില്ല. അതെന്താ? മെഡിസിൻ ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇവിടെ MA കയറുന്നത്. എനിക്ക് ലിറ്ററേച്ചർ യാതൊരു താല്പര്യം. MSc കയറായിരുന്നില്ലേ? അതിന് മാർക്ക് വേണം. ഒരു ജോലി എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ സ്ഥലം വിടും. ഡേവിസ് എവിടെ താമസിക്കുന്നു? ഇവിടെ അടുത്താ. റീന, മൈ സിസ്റ്റർ. ഹലോ. BSc. ഹലോ. രാഹുലൻ എന്റെ ക്ലാസ്മേറ്റ്. ഞാൻ രാഹുലിന്റെ കൂടെ ഹോസ്റ്റൽ വരെ പോയിട്ട് വരും. എങ്ങനെയുണ്ട് താമസമൊക്കെ? തുടങ്ങിയല്ലേ ഉള്ളൂ. ആരാ തന്റെ റൂംമേറ്റ്? ഒരു ജയശങ്കർ. ആഹാ, നമ്മുടെ ശങ്കു അല്ലേ? പറ്റിയ പാർട്ടിയാ. അറിയാമല്ലേ? BSc ഞങ്ങൾ ഒന്നിച്ചല്ലേ പഠിച്ചത്. വെരി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ. പിന്നെ വേഷമൊക്കെ കെട്ടി ഇങ്ങനെ ആള് നടക്കുന്നേ ഉള്ളൂ. ആള് പാവം. അതെനിക്കും തോന്നി. അതിരിക്കട്ടെ, തന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, മറ്റാരുമില്ല. നോ ബ്രദേഴ്സ്, നോ സിസ്റ്റേഴ്സ്? അളിയത് വന്നിട്ട് ഒരുപാട് നേരമായോ? ഐ എം സോറി. എന്തിന്? എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തതിന്. ഞാൻ നിന്നെ കാണാൻ വന്ന. പിന്നെ ഞാൻ ഇയാളെ കാണാൻ വന്ന. ഈസ് മൈ ക്ലാസ്മേറ്റ്. അപ്പൊ നീ എന്നെ തഴഞ്ഞല്ലടാ പരമ റാസ്കൽ. മോനെ ഡേവിസേ, എന്റെ മനപ്രയാസം തീർക്കാൻ എന്താണെടാ ഒരു വഴി? നീ പോയി തോന്നിച്ച. എനിക്ക് മടിയില്ല. പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകളെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് കേട്ടാൽ
ഇവിടെ ഒരു ആത്മഹത്യാ വാരം തന്നെ നടക്കും. നൂറ്റിക്കണക്കിന് സുന്ദരികളായ പെൺകുട്ടികൾ അവിടെയും ഇവിടെയും തൂങ്ങിച്ചു. അതോർക്കുമ്പോ എനിക്ക് ആത്മഹത്യ ചെയ്യണ്ട എന്ന് തോന്നുന്നു. അറിയാ, സമയമായി. വിമൻസ് കോളേജ് വിടും, വിമൻസ് ഹോസ്റ്റലിൽ പോകണം, പെമ്പിള്ളേരൊക്കെ കാണണം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവരോട് പറയാനുണ്ട്. ഇതൊന്നും അടിച്ചോണ്ട് പൊക്കളയത്, കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇത്രയും നല്ലൊരു കവിത അടുത്ത കാലത്തൊന്നും ഞാൻ വായിച്ചിട്ടില്ല. ശക്തിയുള്ള വാക്കുകൾ, മനസ്സിനെ പിടിച്ച് ഉണർത്തുന്ന പോലെ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് ഇത്ര വലിയ വിഷാദഭാവം? ഈ കവിതയിൽ അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ കൊച്ചേട്ടനെ അന്വേഷിച്ചു വന്നതാ. ഡേവിസ് നേരത്തെ പോയല്ലോ. എന്നാ ഞാൻ പോട്ടെ. ഹലോ രാഹുലൻ, കവിത വായിച്ചു, മനോഹരമായിരിക്കുന്നു. താങ്ക്സ്. എക്സ്ക്യൂസ് മീ, നമുക്കൊരു ഫിലിമിന് പോവാം. ദ ഗുഡ്, ദ ബാഡ് ആൻഡ് അഗ്ലി. ഹലോ, തന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കുന്നറിയാം. ആ ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റൽ കാണുന്നറിയാം. എന്താ വിശേഷിച്ച്? താനൊരു കവിത എഴുതിയുകൊണ്ട് എനിക്കല്ലേ കിടക്കപ്രതിയില്ലാതെ. എന്ത് പറ്റി? തന്നെ ഉടനെ കൂട്ടിക്കൊണ്ട് ഇറങ്ങണമെന്ന പപ്പായുടെ കൽപ്പന. ക്ലാസ്സിൽ ഞാൻ ബോറടിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ജോലിക്ക് ആപ്ലിക്കേഷൻ അയച്ച് ഞാൻ മടുത്തു. ഏതായാലും കോളേജ് ചേർന്നല്ലേ, കംപ്ലീറ്റ് ചെയ്തൂടെ? ഞാൻ എന്തിനോട് പഠിച്ചിട്ട് എന്റെ തലയിലൊന്നും കയറില്ല. പപ്പായോട് പറഞ്ഞാൽ പപ്പ പറയും ഈ പെണ്ണ് തിരിച്ചെന്ന് കട നിൽക്ക്. ആ ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ, പപ്പായ്ക്ക് ടൗണിൽ ഒരു കടയുണ്ട്, ദൈവങ്ങളെ വിൽക്കുന്ന കട. ദൈവങ്ങളെ വിൽക്കുന്ന കടയോ? ദൈവങ്ങളുടെ ഫോട്ടോകളും രൂപങ്ങളും ഒക്കെ. പപ്പായുടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അച്ഛന്മാരും കന്യാസ്ത്രീകളുമാണ്. വംശം നിലനിർത്താൻ ദൈവം പപ്പായെ വെറുതെ വിട്ടു. അപ്പൊ അറിഞ്ഞൊരു തൊഴിലും കൊടുത്തു. ശരിയടൂ. പപ്പ, രാഹുലൻ വഴികിട്ട് പിടികൂടി. നമുക്ക് ഇയാളെ സൽക്കരിച്ചു വേണം. ഫ്രിഡ്ജിൽ കോഴിയുണ്ടോ നോക്കി. കോഴിമുട്ട ഉണ്ട്. കണ്ടിട്ട് കവിയാണെന്ന് തോന്നുന്നു. ഇരിക്കൂ. എന്റെ മകനെ പോലെ രാഹുലിനും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വഴിവെച്ചു വന്നതാണ്. അത് പപ്പ എന്നെ ഒന്ന് വാരിത. രാഹുൽ സ്റ്റഫ് വേറെ, BA ഫസ്റ്റ് ക്ലാസ്. ഓഹോ, കവിത എഴുത്ത് ഒരു ഹോബിയാണല്ലേ? അങ്ങനെ പറയാമോ? എന്തിനാ എഴുതുന്നത്? അത് എനിക്കൊരാശ്വാസമാണ്. സമൂഹത്തോടുള്ള ബാധ്യത. അതിനെപ്പറ്റിയൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അതൊരു പ്രധാന കാര്യമില്ലേ? ആണോ? എന്റെ മകന് ആർട്ട് അലർജിയ. കല മുഴുവൻ എന്റെ മകൾക്കാണ്. അവൾ നന്നായിട്ട് വരയ്ക്കും. ഇതൊക്കെ അവൾ വരച്ചതാണ്. മോളെ, നീ വരച്ച ചിത്രങ്ങൾ രാഹുലിന് കാണിച്ചു കൊടുക്കും. അയ്യോ, അത് ഞാൻ ചുമ്മാ വരയ്ക്കുന്നതാ. എന്തിനാ മടിക്കുന്നത്? ചെല്ലേ. നന്നായിട്ടില്ല അല്ലേ? ആര് പറഞ്ഞു? ജസ്റ്റ് ബ്യൂട്ടിഫുൾ. എന്താ വേല വല്ലതും മനസ്സിലായ? മഹാബോറ്. എന്താണ് ഇത്? എന്താണ് പാടും?
പെയിന്റിങ്സ് എങ്ങനെ രാഹുലിന് ഇഷ്ടമായോ? ഇറ്റ്സ് ഗ്രാൻഡ്. ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. അവൾക്ക് നല്ല ടാലൻസ് ഉണ്ട്, പക്ഷെ വെറും മോഡലാണ്. റിലീജിയസ് പെയിന്റിങ്സ് ആയിരുന്നെങ്കിൽ കടയിൽ വെച്ച് വിൽക്കാമായിരുന്നു. ഇത് കലയല്ലേ? അതെ, എല്ലാ കലകളുടെയും അടിസ്ഥാനം മതമാണ്. ഞങ്ങൾക്ക് മതപരമായി നല്ല പാരമ്പര്യമുണ്ട്. പക്ഷെ ഇവൾക്കെന്താ അതിൽ നിന്ന് പ്രചോദനം കിട്ടാത്തത്? അളിയോ, ഇന്ന് പുസ്തകമൊന്നും എടുക്കണ്ട, സമരമാ. എന്താ കാര്യം? നമ്മുടെ പ്രേംകുമാറിനെ സസ്പെൻഡ് ചെയ്തു. കാരണം പ്രിൻസിപ്പാളുടെ മകളെ ബലമായി കിസ് ചെയ്തെന്നാണ് ആരോപണം. എങ്കിൽ പിന്നെ സസ്പെൻഡ് ചെയ്യണമല്ലോ. ഞങ്ങൾ സമ്മതിക്കില്ല. കാരണം അത് ഇവിടുത്തെ ഒരു നിത്യ സംഭവമാണ്. ഇതിൽ യാതൊരു പുതുമയുമില്ല. പെൺകുട്ടി പ്രിൻസിപ്പാളിന്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഇത്രയും നിന്നൊന്ന് തത്വദീക്ഷയില്ലാത്തൊരു നടപടിക്ക് അയാൾ മുതിർന്നത്. തന്നെയുമല്ല, സ്വന്തം മകളെ അയാൾ മറ്റൊരു കോളേജിലേക്ക് ചേർക്കുവാനായിട്ടും ശ്രമിക്കുന്നു. അതും ഞങ്ങൾ എതിർക്കും. കാരണം കോളേജ് ബ്യൂട്ടിയായ അവൾ ഈ കോളേജിന് നഷ്ടപ്പെടും. അത് ഞാൻ സഹിക്കില്ല. ഞങ്ങളുടെ ഡിമാൻഡ്സ് 3 ആണ്. 1, പ്രേംകുമാറിന്റെ സസ്പെൻഷൻ റദ്ദ് ചെയ്യുക. 2, പ്രിൻസിപ്പളിന്റെ മകൾ തുടർന്നും ഈ കോളേജിൽ തന്നെ പഠിക്കുക. 3, പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യുക. ഇത് 3 അംഗീകരിച്ച് തന്നില്ലെങ്കിൽ ഞങ്ങള് പഠിക്കുകയോ ബാക്കിയുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നതല്ല. തിരിച്ചെടുക്കുക പ്രേംകുമാറിനെ തിരിച്ചെടുക്കുക. വിട്ടുതരില്ല. കുസുമത്തിനെ ഞങ്ങൾ വിട്ടുതരില്ല. മുർദാബാദ് മുർദാബാദ് വിട്ടുതരില്ല. കുസുമത്തിനെ ഞങ്ങൾ വിട്ടുതരില്ല. തിരിച്ചെടുക്കുക പ്രേംകുമാറിനെ തിരിച്ചെടുക്കുക. ഒരാഴ്ചത്തേക്കുള്ള വകേ താൻ വരുന്നോ? നമുക്ക് ചുമ്മാ ഇറങ്ങിട്ട് വരാം. എവിടെ പോകാൻ? താൻ പാടൂ. ഹോസ്റ്റൽ മുറി പോയിരുന്നിട്ട് എന്ത് കാണിക്കാൻ? പേരെങ്കിൽ വന്നേ. ഇന്നിനി ക്ലാസ്സൊന്നും നടക്കില്ല. നീ വീട്ടിൽ വെക്കും. ഞങ്ങൾ പോകാൻ തുടങ്ങിയായിരുന്നു. വിട്ടുതരില്ല. കുസുമത്തിനെ ഞങ്ങൾ വിട്ടുതരില്ല. ഇന്നെന്താ കോളേജില്ലേ? ക്ലാസ്സിലെ വെക്കാം. സമരം. സന്തോഷം. എന്താ രാഹുല, സുഖം തന്നെയല്ലേ? അതെ. ഇതൊന്ന് പാക്ക് ചെയ്ത് കൊടുക്കും. കുറച്ച് കാശ് വേണമായിരുന്നു. നിനക്കെന്തിനാ എപ്പോഴും ഈ കാശ്? ഒരു ആപ്ലിക്കേഷൻ അയക്കാൻ. ഉള്ളു തുറന്ന് സംസാരിക്കാൻ തന്നെ കിട്ടിയത് എന്റെ ഭാഗ്യം. അല്ലെങ്കിൽ തലയ്ക്ക് വട്ടുപിടിച്ചേനെ ആശാൻ. വീട്ടുകാരൊക്കെ ലോഹിട്ടവർ. കയ്യിൽ കിട്ടിയാൽ ഉടനെ തുടങ്ങും ഉപദേശം. പപ്പായ്ക്കും ഉണ്ടാരോടും വിശ്വാസം ഭക്തിയൊക്കെ തലയ്ക്ക് പിടിച്ചാൽ എന്ത് ചെയ്യും? കേട്ട് ഞാൻ മടുത്തു. മമ്മിയായിരുന്നു ഒരാശ്രയം. ഷി വാസ് ഗ്രേറ്റ്. മമ്മി മരിച്ചപ്പോ ഞാൻ ആരുമില്ലാത്തവനായി. ട്രെയിനെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും പൊക്കളഞ്ഞു. അവിടെന്ന് വെച്ചാൽ എനിക്ക് ജീവന. എനിക്ക് ബോറടിക്കുന്നുണ്ട്. ഞാൻ ഫിനിഷ് യുവർ ഗ്ലാസ്. ഡേവിസ് എന്താ ക്ലാസ്സിൽ വരാഞ്ഞത്? ഒരു ഇന്റർവ്യൂവിന് ടെലിഗ്രാം വന്നു. ഇന്ന് രാവിലെ ബാംഗ്ലൂർ പോയത്. ഓഹോ. രാഹുലിനോട് പറയാനെ ഏൽപ്പിച്ചിരുന്നു. എന്നിട്ട് മറന്നില്ലേ? അല്ല, ഞാൻ രാവിലെ മുതൽ തിരക്കായിരുന്നു, കണ്ടില്ല. പിന്നെ കവിതകളൊന്നും എഴുതിയില്ലേ? 1-2 എഴുതി, പൂർത്തിയായിട്ടില്ല. അച്ചടിച്ചു വരുന്നതിന് മുമ്പ് എനിക്കൊന്ന് വായിക്കാൻ തരണേ. എന്തിനാ? തെറ്റിയിരുത്താനാണോ? അയ്യോ, അതിനൊന്നുമല്ല. എനിക്കതൊരു പ്രിവിലേജ് ആണ്. തരുമോ? തരാം.
ഞാൻ പോട്ടെ. കയറിയിട്ട് പോവാം. ഇതുവരെ വന്നതല്ലേ? ഡേവിസ് ഇല്ലല്ലോ. അതിനെന്താ? പ്ലീസ്. ഇരിക്കൂ. മധുരം കൂടുതലുണ്ടോ? ഇല്ല, കണക്കാണ്. ഡേവിസ് എപ്പോ തിരിച്ചു വരും? അടുത്ത ആഴ്ച തിരിച്ചു വരും. എന്നോടൊരു വാക്കുപോലും പറയാതെ പൊക്കളഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ, അതുപോരെ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ പോകുന്നു. ചായ മുഴുവൻ കുടിച്ചില്ലല്ലോ. ഇത്ര തിടുക്കം എന്താ? തിടുക്കമല്ല, ഇവിടെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. ഞാൻ പോട്ടെ. നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ, നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ, മുഗ്ധലജ്ജാവതി മുഗ്ധലജ്ജാവതി ലാവണ്യമേ, നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ. മുത്തുക്കൂട ഞാൻ നിവർത്തി നിൽപ്പൂ, വരൂ നീ വരൂ, മുത്തുക്കൂട ഞാൻ നിവർത്തി നിൽപ്പൂ, ഭദ്രപീഠം ഞാനൊരുക്കി നിൽപ്പൂ, നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ. ഗ്രാമഭൂമി തൻ സീമന്തരേഖയിൽ കുങ്കുമ പൂങ്കുറിച്ചാർത്തുപോലെ, സന്ധ്യതൻ ചുംബന മുദ്ര പോൽ, സന്ധ്യതൻ ചുംബന മുദ്ര പോൽ, സുസ്മിത സ്പന്ദനം പോൽ നീ കടന്നു വരൂ, എന്റെ മനസ്സിന്റെ അങ്കണമാകെ നീ വർണ്ണാഞ്ചിത
വർണ്ണാഞ്ചിതമാക്കൂ വർണ്ണാഞ്ചിതമാക്കൂ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ നിൻ പ്രേമലജ്ജ പരിഭവ ഭംഗികൾ എല്ലാം കൊരുത്തൊരു മാല്യവുമായി മന്ദം പളുങ്കു ചിറകുകൾ വീശിനി വന്നണയൂ ദേവദൂതി പോലെ എന്റെ ശാരോൺ താഴ്വരയിലെ പൊന്നുഷ സങ്കീർത്തനമാകൂ സങ്കീർത്തനമാകൂ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ മുഗ്ധലജ്ജാവതി ലാവണ്യമേ നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ രാത്രി മുഴുവൻ ഉറക്കടച്ച് താൻ എന്തോ ഉണ്ടാക്കുമായിരുന്നു. ഒരുപോലെ കണ്ണടച്ചില്ലല്ലോ. ഒരു രക്ഷയില്ല. തന്റെ രോഗം കലശല. രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്ന് ഇതെഴുതേണ്ട വല്ല കാര്യമുണ്ടോ? ഓരോരുത്തന്റെ തലവിധി. താ ഉറങ്ങിയില്ലേ? ഞാൻ നല്ല സ്റ്റൈലായി തുടങ്ങി. എന്നിട്ട് സ്വപ്നം കണ്ടോ? കണ്ടു. ആര്? കുസുമത്തിനെ. ഏത് കുസുമം? നമ്മുടെ പ്രിൻസിപ്പളിന്റെ മോള് കുസുമം. എന്നിട്ട് കിസ് ചെയ്തില്ലേ? ആ, കിസ് ചെയ്യാനൊരു ശ്രമം നടത്തി. പക്ഷേ എന്തോന്ന്, പക്ഷെ അവള് സമ്മതിച്ചില്ലായിരിക്കും. പരിപൂർണ സമ്മതമായിരുന്നു. ഞങ്ങളിങ്ങനെ കിസ് ചെയ്യാനായിട്ടടുത്തു. ഞങ്ങളുടെ ചുണ്ടുകൾ തമ്മിൽ ഒരു 2-2.5 ഇഞ്ച് വ്യത്യാസം മാത്രം. അവള് പറഞ്ഞു, പോയി പല്ലി വെച്ചേച്ച് വരാൻ. ഞാനങ്ങ് കണ്ണു തുറന്നു പോയി. അളിയാ ബ്രഷ് എവിടെ? ഞാൻ പരീക്ഷ എഴുതിട്ട് എന്താ ഫലം? ഒരക്ഷരം പഠിച്ചിട്ടില്ല. പിന്നെ ഇന്റർവ്യൂ നന്നായിരുന്നു. എനിക്ക് ഡെഫിനറ്റാ ജോലി കിട്ടും. അപ്പോൾ നാം തമ്മിൽ ഇടയ്ക്ക് വെച്ച് പിരിയും. ഞാനിവിടെ തന്നെ കാണും. മെഡിക്കൽ ട്രിപ്പല്ലേ, ഈ പട്ടണം മുഴുവൻ ബൈക്കിൽ പറന്നാണ്. ഞാൻ എങ്ങനെ കാണാതിരിക്കും? കോളേജ് തുറന്നാലും എവിടെ വെച്ച് ഞാൻ കാണുക? അതെന്താ? BSc അപ്പുറം പപ്പ എന്നെ അയക്കില്ല. പിന്നെ പിടിച്ചു കെട്ടിക്കാൻ നോക്കൂ. അപ്പോൾ ഓർക്കുമ്പോൾ പേടി തോന്നുന്നു. പപ്പ വലിയ വാശിക്കാരനാ. അതൊക്കെ വെറും തോന്നലുകളാ. ട്രീനെ കരയാൻ തുടങ്ങാണോ? ഇത്ര മണ്ടിയാണ്. ഡേവിസ് എവിടെ പോയി? പപ്പയുടെ സിസ്റ്റർ ഇവിടെ മഠത്തിലെ മത സുപ്പീരിയറാ. ആന്റി വന്ന് വിളിച്ചുകൊണ്ട് പോയി.
പറഞ്ഞൊന്ന് പേടിച്ച് ഞാൻ ഓടി വന്നു. ഇപ്പോഴെങ്കിലും എത്തിയല്ലോ. ആന്റി ഒന്ന് കാണാൻ പോയത്. ആന്റി പിടിച്ച് ഭയങ്കര ഉപദേശം. ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എപ്പോഴാ ബസ്? 4:00. ഇന്ന് തന്നെ പോണം. പിന്നല്ലാതെ എന്നായിരുന്നു സ്റ്റാലിലേക്ക് ഞാൻ ഇങ്ങോട്ട് വരാം. രാഹുലിന് നീ കുടിക്കാൻ വല്ലതും കൊടുത്തു? മോനെ, നിനക്കൊരു കത്തുണ്ടായിരുന്നു. ആ മേശപ്പുറത്തിരിപ്പുണ്ട്. പോയിട്ട് എത്ര ദിവസങ്ങളായി? എന്താണ് ഒരു കത്ത് പോലും അയക്കാത്തത്? എന്റെ മനസ്സ് നിറയെ ഉത്കണ്ഠയാണ്. വേർപിരിഞ്ഞിരിക്കുന്ന ഓരോ ദിനവും ഓരോ യുഗം പോലെ. ആശ്വാസത്തിന്റെ തലോടലിന് വേണ്ടി, സ്നേഹനിർഭരമായ പുഞ്ചിരിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. എന്റെ രാഹുൽ, ഒന്ന് വേഗം വരൂ. ഒരു പെണ്ണിന്റെ ഹൃദയം കാണാൻ ആ കണ്ണുകളൊന്ന് തുറക്കൂ. നിന്നെക്കുറിച്ചുള്ള സ്മരണകളിൽ മുഴുകി കഴിയുകയാണ് ഞാൻ. എന്തു പറഞ്ഞാണ് ഉടനെ ഞാനിവിടെ വന്നെത്തുക? മൈലുകൾക്കപ്പുറമാണെങ്കിലും എന്റെ എല്ലാമായ റീനെ, നിന്റെ സാമീപ്യം ഞാൻ അനുഭവിക്കുന്നു. എന്റെ കണ്ണിലും ഹൃദയത്തിലും നീ മാത്രം നിറഞ്ഞു നിൽക്കുന്നു. നീ മാത്രം. ഈ ഏകാന്തത എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വീട്ടിനുള്ളിൽ ഞാൻ എപ്പോഴും ഒറ്റയ്ക്കാണ്. കൊച്ചേട്ടന് ആ ജോലി കിട്ടി. എപ്പോഴും യാത്ര തന്നെ, യാത്ര. 10-15 ദിവസം കൂടുമ്പോഴാണ് ഒരിക്കൽ വീട്ടിൽ വന്നെത്തുക. ഞാൻ എന്ത് ചെയ്യും? ഇതെന്റെ വിധിയാണോ? എങ്കിൽ എനിക്ക് മോചനം നൽകാൻ രാഹുലിനല്ലാതെ മറ്റാരുണ്ട്? രാഹുൽ, കള്ളൻ. ശബ്ദം ഉണ്ടാക്കാതെ വരികയായിരുന്നു അല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളാമോ? എനിക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലേ? ശരദിന്ദുമലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ശരദിന്ദുമലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഇതുവരെ കാണാത്ത കരയിലേക്കോ ഇനിയും
ജന്മത്തിൻ കടവിലേക്കോ മധുരമായി പാടി വിളിക്കുന്നു. മധുരമായി പാടി ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. പകലേ നിന്നെത്തുന്ന വേണുഗാനം ഹരിനീല കമ്പള ചുരുൾ നിവർത്തി വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ. വരവേൽക്കും സ്വപ്നങ്ങൾ നിങ്ങളാരോ. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഇനിയും ത്രിസന്ധ്യ പൂച്ചൂടി നിൽക്കും. നമ്മൾ നടന്ന പാവം വഴിയിൽ വസന്ത മലർക്കിളികൾ. കുരവയും പാട്ടുമായി കൂടെയെത്തും ചിറകാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ. ചിറകാർന്ന സ്വപ്നങ്ങൾ നിങ്ങളാരോ. രാഹുല, ഈ വർഷം ചില പുതിയ തീരുമാനങ്ങളുമായാണ് ഞാൻ കോളേജിൽ എത്തിയിരിക്കുന്നത്. ജീവിതത്തിൽ തന്നെ ഒരു ഭയങ്കരമായ മാറ്റം വരുത്തി. സിഗരറ്റ് 3 പാക്കറ്റിൽ നിന്നും ദിവസം 1 പാക്കറ്റാക്കി കുറച്ചു. സിനിമ ആഴ്ചയിൽ 7 എന്നുള്ളത് മാസത്തിൽ 2 ആക്കി മാറ്റി. പെൺകുട്ടികളുമായുള്ള ബസ് യാത്ര ദിവസം ഓരോ പ്രാവശ്യത്തേക്ക് മാറ്റി. അങ്ങനെ ഓരോന്ന് പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ മറ്റൊന്നും കൊണ്ടല്ല. എന്റെ മൂപ്പിൽസില്ലേ തണ്ട പാർട്ടി, പോക്കറ്റ് മണി 3-1 വെട്ടി കുറച്ചു. അത് വലിയ കഷ്ടമായി. ഹല്ലോ മിണ്ടാനോ, മൂപ്പിൽസ് അല്ലേ. ഗുഡ് മോർണിംഗ്. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു കേട്ടില്ലേ? കേട്ടു. അതിനിപ്പോ എന്താ വേണം? കേട്ടല്ലോ, അത് മതി. അയ്യോ അതെ അയ്യോ, എവിടെ മാർക്കൊക്കെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ എന്താ? ഒരു 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 കൾച്ചറില്ല, ഒരു കൾച്ചറില്ലാത്ത. ഹലോ രാഹുൽ. ഹലോ ഡേവിസ്. ഡേവിസ്, നിനക്ക് എവിടെ നീട്ടി കുടുകൂട് വണ്ടി? ഓ, നീ മെഡിക്കൽ റപ്പാണല്ലോ. എടാ ചങ്കു, നിനക്ക് സുഗന്ധനല്ലേടാ? നീ എന്നെ അങ്ങനെ മാത്രം വിളിക്കരുത്. ഞാൻ ഇന്നൊരു മാന്യനാ. അതെന്താ, നിന്നെ വല്ല പെമ്പിളാർ തല്ലിയോ? കേറടൂ. ക്ലാസ് ഉണ്ട് ഡേവിസ്. എന്റെ ഒരു ക്ലാസ്. ഇങ്ങോട്ട് കേറടൂ. ഡേവിസ്, നീ അവനെ കൊണ്ട് ചീത്തയാക്കല്ലേ. ഹായ് ഗേളി, ഞാൻ കമല, BSc ബോട്ടണി കെമിസ്ട്രി. ക്ലാസ്സിലായിരിക്കും. കോടിക്കടോ ആണുങ്ങളെ പോലെ.
Cheers. രാഹുല, ഐ എം വെരി ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി. എനിക്ക് ഈ ജോലി വളരെ ഇഷ്ടമാണ്. ബൈക്കിൽ ഇങ്ങനെ പറന്ന് നടക്കാം. അതിന്റെ മോൻ കണ്ടാലറിയാം. ആ, ഡു നോ ഹൗ യുവർ രാവിലെ ഇറങ്ങി ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണും, എന്നിട്ട് തുടങ്ങും. ഗുഡ് മോർണിംഗ് ഡോക്ടർ. This is a product called Celestamine. Celestamine is a combination of the corticosteroid, betamethasone, and the antihistamine dextrochlorpheniramine for use in allergic and inflammatory conditions, amenable to steroid antihistamine therapy. കൊച്ചേട്ടന് ജോലി കിട്ടിയത് കുഴപ്പമായിന്നാ തോന്നുന്നു. പല ആലോചനകളും വരുന്നുണ്ട്. പപ്പ പറയുന്നത് എന്റെ കല്യാണം ആദ്യം നടത്തണമെന്നാ. ഞാൻ പപ്പയോട് സംസാരിക്കാം. അയ്യോ വേണ്ട, പപ്പ എന്നെ കൊല്ലും. എനിക്ക് തോന്നുക നമ്മുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അല്ല, രാഹുൽ വിചാരിക്കുന്ന പോലെയല്ല. പപ്പ വളരെ കൺസർവേറ്റീവാണ്. എങ്കിൽ പിന്നെ ഡേവിസെങ്കിലും നമ്മുടെ കൂടെ കാണും. അതാണ് ഒരു ആശ്വാസം. കൊച്ചേട്ടന് എന്നോട് വലിയ സ്നേഹമാണ്. ഡേവിസിനോട് ഇക്കാര്യം സംസാരിക്കട്ടെ. ഒരവസരം വരട്ടെ, ഞാൻ സംസാരിക്കാം. രാഹുല, താനേ ഞായറാഴ്ച എവിടാ ചുറ്റിത്തിരിയുന്നേ? പരീക്ഷ എടുത്തിട്ടും തനിക്ക് ഒരു ചൂടും ഇല്ലല്ലോ. പിന്നെ ആ ഡേവിസ് നിന്നെ അന്വേഷിക്കുന്നുണ്ട്, നീ പോയി ഒന്ന് കാണണം. ആ പോക്ക് തന്നെ. ഡേവിസ് ഇല്ലേ? ഉണ്ട്, മോള് റൂമിലാണ്. എന്നെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. എന്താ കാര്യം? എനിക്കറിയില്ല, ഞാൻ വിളിക്കട്ടെ? വേണ്ട, ഞാൻ പോയി കണ്ടോളൂ. രാഹുൽ, കൊച്ചേട്ടനെ നിങ്ങൾ അറിഞ്ഞാണോ? അറിഞ്ഞാലെന്താ, എപ്പോഴായാലും അറിയണ്ടല്ലേ. തന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയും. എന്താ കാര്യം? ഒന്നുമില്ല, തന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. തന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നു? ഒന്നുമില്ല, ഒന്ന് പുറത്തേക്ക് പോകാം. സ്നേഹമെന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് മനസ്സിലായില്ല. എല്ലാം തുറന്നു പറയാം. എന്റെ മനസ്സിന്റെ വിഷമം തീർക്കാനാണ് ഞാനിത് പറയുന്നത്. പറയടോ, എന്തിനൊരു പോംവഴിയില്ലേ? ആദ്യമായി ഞാൻ തന്നോടാ പറയുന്നത്. ഞാനൊരു സ്ത്രീയെ സ്നേഹിക്കുന്നു. അത്ര വലിയ കാര്യമൊന്നുമല്ല. അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓണം വെക്കേഷന് ഞാനും പപ്പായും കൂടി ഹോളി മേരി കോൺവെന്റിൽ പോയിരുന്നു. അവിടുത്തെ മദർ സുപ്പീരിയർ പപ്പായുടെ സിസ്റ്ററാ. അവരെ കാണാനാ പോയത്. അവധിയുള്ള ദിവസം റീനെ ഒന്ന് പറഞ്ഞു വിടണം. പഠിത്തവും വീട്ടുജോലിയുമൊക്കെയായി ആ പാവം കൊച്ചു പുഴയുമല്ലോ. ഈ വർഷത്തേക്ക് കൂടിയല്ലേ ഉള്ളൂ. പിന്നെ ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ചേൽപ്പിക്കാം. അപ്പോൾ വീട്ടുകാര്യങ്ങൾക്കോ? അതൊക്കെ ആരെങ്കിലും നിർത്താം. ഈ തടിയനെ പിടിച്ചൊരു പെണ്ണ് കെട്ടിക്കണം. സിസ്റ്റർ സൂസന്ന, ഒരാഴ്ചത്തെ കണക്കാണ് എഴുതാനുള്ളത്.
ഇന്ന് രാത്രി കൊണ്ട് അത് മുഴുവൻ എഴുതി തീർക്കണം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. എന്തുകൊണ്ടോ ആ മുഖം എന്റെ മനസ്സിനുള്ളിൽ മായാതെ നിന്നു. ആ നിറഞ്ഞ കണ്ണുകൾ എന്നെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരുന്നു. 4-5 മാസം മുമ്പ് എനിക്ക് ജോലി കിട്ടിയ ശേഷം ഞാൻ വീണ്ടും സൂസനെ കണ്ടു. ഡോക്ടറല്ലേ? ഉണ്ട്, ഇരിക്കും. അവൾ എന്തിനവിടെ വന്നു എന്നെനിക്കറിയില്ല. ഞാൻ ആരോടുമൊന്നും ചോദിച്ചുമില്ല. ദിവസങ്ങൾ കഴിയുന്തോറും ഞാൻ അസ്വസ്ഥനായിക്കൊണ്ടിരുന്നു. ആ മുഖം ഒരിക്കൽ കൂടി കാണണമെന്ന് എനിക്ക് തോന്നി. മകേട്ടനെ കാണണോ? ഞാൻ പറയാം. ഡേവിസ് എന്താ ഇന്ന് വന്നത്? നിന്റെ ജോലിയൊക്കെ എങ്ങനെ ഉണ്ട് മോനെ? വലിയ അലച്ചിലല്ലേ? കൊള്ളാം, നല്ല ത്രില്ല ആന്റി. ത്രില്ലൊക്കെ കൊള്ളാം. വണ്ടി സൂക്ഷിച്ച് ഓടിക്കണം. വലിയ സ്പീഡൊന്നും വേണ്ട മോനെ. അടുത്ത തവണ ഡോക്ടർ അലക്സിനെ കണ്ടപ്പോൾ ആ സ്ത്രീ ആരാണെന്ന് ഞാൻ ചോദിച്ചു. എന്റെ സഹോദരിയാണ്. കോൺവെന്റ് ചേർന്നത് അവളുടെ സ്വന്തം ഇഷ്ടത്തിനാണ്. ഞങ്ങൾ എതിർത്തിട്ടും അവൾ സമ്മതിച്ചില്ല. ഇപ്പോൾ അവർക്ക് തോന്നുന്നത് സ്വാർത്ഥതയുടെയും പകയുടെയും ലോകത്ത് ജീവിക്കുന്ന കുറെ യന്ത്രങ്ങളാണ് അവിടെ ഉള്ളതെന്നാണ്. അവർക്ക് അവിടുത്തെ ജീവിതം മടുത്തിരിക്കുന്നു. അവിടം വിട്ടിറങ്ങാൻ അവളിപ്പോ തീരുമാനിച്ചിരിക്കുക. അതവളുടെ ഇഷ്ടം. 1.5 മാസം മുമ്പാണ് എനിക്ക് ഡോക്ടർ അലക്സിനെ ഒന്ന് കാണേണ്ടിയിരുന്നു. ഞാൻ ചെല്ലുമ്പോൾ ഡോക്ടറെ കാണണമല്ലേ? വരൂ. എല്ലാ മനസ്സിലും പ്രേമത്തിന്റെ ശവകുടീരങ്ങളുണ്ടെന്ന് ആരോ പറഞ്ഞിട്ടില്ലേ? പക്ഷെ ഞാൻ അഹങ്കരിച്ചിരുന്നു. എന്റെ മനസ്സിൽ മാത്രം അങ്ങനെയൊന്നില്ലെന്ന് എനിക്കൊന്നും ഒളിച്ചു വെക്കാനുമില്ല. എന്നാൽ ഇന്നതല്ല. ഞാൻ ആകെ മാറിപ്പോയി രാഹുല. ആ മുഖം എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ ഡോക്ടർ അലക്സിനോട് എല്ലാം തുറന്നു പറയാൻ ഞാൻ തീരുമാനിച്ചു. വളരെ ചിന്തിച്ചെടുത്തൊരു തീരുമാനമാണിത്. നിങ്ങൾക്കെല്ലാം സമ്മതമാണെങ്കിൽ സൂസനെ ഞാൻ വിവാഹം ചെയ്തോളാം. പറയാൻ എളുപ്പമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഡേവിസിന്റെ പപ്പ സമ്മതിക്കുമോ? മടത്തുനിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു പെണ്ണിനെ ആളുകൾ എങ്ങനെയാ നോക്കുന്നതെന്നറിയാമോ? അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഡേവിസ് അവളോട് തന്നെ സംസാരിക്കുക. എന്നോട് സഹതാപമാണല്ലേ? അല്ല, പിന്നെ സ്നേഹമാണ്. നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ?
ഇപ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. എന്തിന്? ഞാനിത് എങ്ങനെ പപ്പയോട് പറയും? ഡേവിസിന് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്താൽ പപ്പ എതിർക്കുമോ? എതിർക്കും. കന്യാസ്ത്രീയുടെ വേഷപൂരി എറിഞ്ഞൊരു പെണ്ണിനെ ഒരിക്കലും പപ്പ സ്വീകരിക്കില്ല. എന്തോ ഞാൻ രാവിലെ പോകും. 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചെത്താൻ. രാഹുലിന് അവധിക്ക് വീട്ടിൽ പോകുമല്ലോ. സമയം കിട്ടിയാൽ ഞാൻ രാഹുലിന്റെ വീട്ടിൽ വരാം. പോട്ടെ. ഗുഡ് ബൈ. ബൈ. അങ്ങനെ ജീവിതത്തിൽ 2 വർഷം കുറഞ്ഞു കിട്ടി. അല്ലാതെ ഡിഗ്രി ഒന്നും കിട്ടുന്ന ലക്ഷണം ഇല്ല. തനിക്ക് ക്ലാസ് കിട്ടും, താൻ വല്ല കോളേജിലെ വാദ്യാരുമാകും. ഞാനിങ്ങനെ തേരാപാര നടക്കുകയും ചെയ്യും. കളിയല്ല അച്ഛൻ, ഞാൻ കാര്യമായിട്ട് പറയുക. കല്യാണമൊക്കെ ആവുമ്പോ എന്നെ അറിയിക്കണേ. അറിയിക്കോ? പോവാണല്ലേ എന്നെ തനിച്ചാക്കിയിട്ട്? ഏയ്, കരയാൻ തുടങ്ങാണ്. നോക്കൂ, 1 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും. രാഹുൽ, എന്താണെന്നറിയില്ല, ഓരോ ദിവസം കഴിയുന്തോറും എന്റെ മനസ്സിൽ സംശയങ്ങൾ ഏറി വരികയാണ്. ധൈര്യമായിട്ടിരിക്കൂ. എല്ലാം നാം ആഗ്രഹിക്കുന്നവരെ നടക്കും. ആദ്യത്തെ വെടി ഡേവിസ് ആയിരിക്കും പൊട്ടിക്കാൻ പോകുന്നത്. രാഹുൽ വിചാരിക്കുന്ന പോലെയല്ല പപ്പ. പപ്പയുടെ മനസ്സ് മാറും, നോക്കിക്കൊള്ളു. എന്തോ എനിക്കറിയില്ല. ഞാൻ വരട്ടെ. പോട്ടെ. നിനക്കൊരു ടെലഗ്രാം ഉണ്ടായിരുന്നു.
സിഗരറ്റ്? വേണ്ട, താങ്ക്സ്. രാഹുലൻ ഡേവിസിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ? അതെ. ഡേവിസ് വളരെ സൂക്ഷിച്ച് ബൈക്ക് ഓടിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് എ റിയൽ ആക്സിഡന്റ്. കുറ്റം ലോറിക്കാരുടേതാണെന്നാണ് പറയുന്നത്. എന്നാലും എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. നേരം ഇത്ര ഇരുട്ടിയല്ലോ. നാളെ രാവിലെ പോയാൽ മതി. ഞങ്ങൾ ഇറങ്ങട്ടെ. സൂസൻ, എല്ലാം തകർന്നല്ല രാഹുൽ. ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടാതിരിക്കില്ല. Murder of Duncan is committed off the stage as in Greek tragedies. Therefore, if an effect of awe and suspense is to be produced, the dramatist must devise a new way. Knocking at the gate more than compensates for the action shown on the stage. Further, if the murder is actually shown on the stage, attention and pity will be focused on Duncan, which would be disastrous to the tragic effect. By the few knockings, attention of the spectators is fixed to Macbeth. Macbeth, after murdering Duncan, comes into Lady Macbeth's room, almost hysterical, carrying a bloody dagger in his hand. ക്ലാസ് എവിടെയായിരുന്നു? ഇറ്റ് ഈസ് ഓൾ റൈറ്റ് സർ. പുതിയ എക്സ്പീരിയൻസ് അല്ലേ? നോ പ്രോബ്ലം. ഗുഡ്. പിള്ളേര് വാരിക്കാണും, വിളഞ്ഞ വിത്തുകളാ.
കുഴപ്പക്കാരും വല്ലവരും ഉണ്ടായിരുന്നു? ഏയ്, പുതിയ ആളാണെന്ന് കണ്ടാൽ ചില വേലകളൊക്കെ അവരിറക്കും. ഹലോ ഫാദർ. ഇതാണോ ജയരാമ പുതിയ അപ്പോയിന്റ്മെന്റ്? രാഹുലൻ. 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 നമസ്കാരം. ഫാദർ ചേരാടൻ, ലോജിക്ക. രാഹുലിന് എത്ര വയസ്സായി? അല്ല, പറയണമെന്നൊന്നുമില്ല, വെറുതെ അറിയാൻ വേണ്ടി ഒന്ന് ചോദിച്ചതാ. ഈ കോളേജില് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും തമ്മിൽ തിരിച്ചറിയാൻ മേല. എടോ, തനിക്ക് താമസിക്കാൻ ഞാനൊരു വീട് കണ്ടുവച്ചിട്ടുണ്ട്. ലോഡ്ജ് ബോറാ, നമുക്ക് അങ്ങോട്ട് മാറാം. താൻ പോയി നോക്കിയോ? നോക്കി, താക്കോലം വാങ്ങിയിട്ടുണ്ട്. എന്നാ ഇന്ന് മാറിക്കളെ. അത് വേണ്ട, ഒന്ന് കണ്ടിട്ട് മതി. അതെന്തിനാ? ഞാൻ ഉച്ചത്തിലേ നോക്കിയിരിക്കുകയായിരുന്നു. ഇപ്പോഴാ വരാൻ സാധിച്ചത്. ആ കെട്ടും കൂടി എടുത്ത് മുകളിലോട്ട് വെച്ചേ. നോട്ട് ബാഡ്. ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള സകല സൗകര്യങ്ങളുമുണ്ട്. അത് ഉടനെ അങ്ങ് ആയിക്കൂടെ? മണി, താൻ സാറിന്റെ കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ചായ വേണ്ടേ സാർ? ഇപ്പൊ ഒന്നും വേണ്ട, തൽക്കാലം പിന്നെ. സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങുക. കുറച്ച് കഴിഞ്ഞ് പോകാന്ന്. താമസിച്ചെന്നാ ഭാര്യ പണങ്ങ് വാശാനെ. അതിനെന്താ കൂടെ കൂടാല്ലോ. താൻ പോടും. തനിക്ക് എന്റെ സുഖം വല്ലതും അറിയാമോ? എന്തൊരു മാറ്റം രാഹുൽ. വരൂ. പപ്പയില്ലേ? ഇല്ല, കടയിലാണ്. രാഹുൽ സ്റ്റുഡൻസിന് മുമ്പിൽ നിന്ന് പഠിപ്പിക്കുന്നത് ഞാനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുകയായിരുന്നു. എന്നിട്ട് നല്ല രസം തോന്നുന്നു. റീനെ, ഇവിടെ വന്നിരിക്കും. ഞാനൊരു വീട് വാടകയ്ക്കെടുത്തു. റീന എന്നാ അങ്ങോട്ട് വരുന്നത്? ഇനിയും നിന്നിൽ നിന്ന് വന്നിരിക്കാൻ പ്രയാസമാണ്. എപ്പോഴും നീ കൂടി ഉണ്ടായിരിക്കണം. നീ എന്താ ആലോചിക്കുന്നത് എനിക്കറിയാം. ഞാനിന്ന് പപ്പയെ കാണാൻ കൂടിയാണ് വന്നത്, പപ്പയുടെ സമ്മതം വാങ്ങാൻ. ആ പ്രതീക്ഷ വേണ്ട രാഹുൽ. പപ്പ നമ്മളെ അനുഗ്രഹിക്കില്ല. ഇല്ലെന്ന് തീർച്ചയാണോ? തീർച്ചയാണ്. മതത്തിന്റെ വിലക്കുകളിൽ ഒതുങ്ങിപ്പോയതാണ് ആ മനസ്സ്. അപ്പോൾ പിന്നെ എല്ലാം തകർന്നതുപോലെ എനിക്കൊരു സമാധാനവും ഇല്ല. ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? ഈ വീട്ടിൽ ഒരു മരണം കൂടി ഞാൻ കാണേണ്ടി വരും. രാഹുലനോ? ഇരിക്കൂ. വളരെ നാളായല്ലോ കണ്ടിട്ട്. എനിക്കൊരു ജോലി കിട്ടി, ലെക്ചറായിട്ട്. ഓഹോ, സുഖമില്ലെന്നറിഞ്ഞു. ഞാൻ ഇനി അധികകാലം ജീവിച്ചിരിക്കില്ല. ആഗ്രഹവുമില്ല. അതൊക്കെ ഇപ്പോഴത്തെ തോന്നലുകള്. കുറെ കഴിഞ്ഞാൽ എല്ലാം മറക്കാൻ കഴിയും. ഇല്ല രാഹുല, ഞാൻ മരിച്ചാൽ മാത്രമേ അത് മറക്കുകയുള്ളൂ. ഞാൻ ഒരു മഹാപാപവും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇപ്പോൾ ഞാൻ മരിച്ചാൽ എന്റെ മകൾ അനാഥയാണ്. അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കണം. എന്നിട്ടേ ഞാൻ മരിച്ചു. പറ്റിയ ആളെ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഡേവിസിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട്
രാഹുലിനൊന്ന് അന്വേഷിക്കണം. ഞങ്ങളുടെ മതക്കാർ രാഹുലിന്റെ പരിചയത്തിൽ ഉണ്ടാകുമല്ലോ. എടോ, തനിക്ക് എന്തോ പറ്റി? താനിന്നതാ ലീവ് എടുത്തത്? എനിക്ക് നല്ല സുഖമില്ല. താൻ ആകെ ഇവിടെ ഇരിക്കുന്നല്ലോ. ഡോക്ടറെ കണ്ടില്ലേ? ഓ, അത്രയ്ക്കൊന്നുമില്ല. ഒരു തലവേദന, എഴുന്നേറ്റ് വല്ലാത്ത ക്ഷീണം. തന്നെ കണ്ടില്ല, ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചു. പോൾ സാറും പറഞ്ഞു തന്നെ പോയി നോക്കണമെന്ന്. നാളെ ഞാൻ കോളേജിൽ വരും. സാറിന് ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ. താൻ സാറിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട റീനെ, ഭാവി ഒരു അന്ധകാരമായി എന്റെ മുന്നിൽ നിൽക്കുന്നു. എനിക്ക് വെളിച്ചമായി നീ വരാതിരുന്നാൽ ഈ ഇരുട്ടിൽ ഞാൻ മരിച്ചു വീഴും. പറയൂ, ചൂടേറ്റ് തപിക്കുന്ന എന്റെ മനസ്സിൽ ശാന്തിയുടെ തണൽ വിരിക്കാൻ നീ വരില്ലേ? മതത്തിന്റെ വിലങ്ങുകൾ തകർത്ത് സ്നേഹത്തിന്റെ പുതിയൊരു സംഗീതമായി നീ വരില്ലേ? എനിക്ക് വേദനയില്ലെന്നാണോ രാഹുൽ? ഈ ദുഃഖഭൂമിയിൽ ഞാൻ ഏകയായി തീർന്ന പോലെ ഭാവി തികച്ചും അനിശ്ചിതമായിരിക്കുന്നു. ഈ കാത്തിരിപ്പിന് അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഞാൻ രക്ഷപ്പെടില്ല. പപ്പ തീരെ കിടപ്പിലാണ്. ഒരു തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. കുറച്ച് ദിവസം വീട്ടിലിരുന്നാൽ മതി. വിശ്രമമാണ് ആവശ്യം. പേടിക്കാനൊന്നുമില്ല. ഞാൻ ഇറങ്ങട്ടെ. നാളെ വരാം. ശരീരത്തിനല്ല രോഗം, മനസ്സിനാണ്. ഡേവിസിന്റെ മരണം അദ്ദേഹത്തെ തളർത്തിയിരിക്കുന്നു. അതിൽ നിന്ന് വിമുക്തനാക്കാൻ കുറച്ച് സമയമൊക്കെ എടുക്കും. റീനയാണ് എല്ലാം നോക്കേണ്ടത്. ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ. ആ, രാഹുലിന് ജോലിയൊക്കെ ആയോ? ആയി. എവിടെ? ആർട്സ് കോളേജ് ട്രിവാൻഡ്രം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഓക്കെ, ഗുഡ് ബൈ. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. രാഹുൽ, കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. സപ്തവർണ്ണ ചിറകു കരിഞ്ഞൊരു സ്വപ്നശലഭം ഞാൻ. ആ, 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 കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രു കുടീരം ഞാൻ. ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ. ആദിവസന്ത സ്മൃതികൾ പൂവിടും ഏതോ ശാഖികളിൽ. പാടും കുയിലേ
തന്നു വെറുമൊരു വേദന തൻ കനി തന്നു കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രുകുടീരം ഞാൻ പൂക്കുമൊലീവുകൾ മുന്തിരി വള്ളികൾ പോർക്കും കണ്ണീർ മണികൾ താലം നിറയെ ഒരുക്കി എൻ പ്രിയ താമസി അരികിലിരിക്കൂ താലം നിറയെ ഒരുക്കി എൻ പ്രിയ താമസി അരികിലിരിക്കൂ എന്നെ നീ സഖി തഴുകിയുറക്കൂ ആ ആ ആ കൃഷ്ണ തുളസി കതിരുകൾ ചൂടിയൊരശ്രുകുടീരം ഞാൻ ഈ കൊച്ചനെന്താ എപ്പോഴും ഇങ്ങനെ ഒറ്റയ്ക്ക് കുത്തിയിരിക്കുന്നത്? എനിക്കും അത് തോന്നിയിട്ടുണ്ട്. നമുക്ക് വിളിച്ചൊന്ന് ചോദിക്കാം. രാഹുൽ സാറേ, രാഹുൽ, ഞാൻ അല്ല, ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു, രാഹുലൻ എന്താ ഇത്ര വലിയ ആലോചന? ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊന്നും ഇങ്ങനെയല്ല, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. കവിയല്ലേ സാർ? അന്തർമുഖത്വമായിരിക്കും. ആ, രാഹുലിന്റെ പുതിയ കവിത ഞാൻ വായിച്ചു, നന്നായിരിക്കുന്നു. ഫാദറെ കവിത വായിച്ചോ? ലോജിക്കും കവിതയും തമ്മിൽ എന്താ ബന്ധം? വരൂ സാർ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നോ താങ്ക്സ്. സാറെന്താ മഴ നനഞ്ഞു വന്നത്? വല്ലയിടത്തും കയറി നിൽക്കാൻ പാടില്ലായിരുന്നു. നല്ല ചൂടുണ്ടല്ലോ. ഓ സാരല്ല, ഞാൻ പോയി കാപ്പി ഇട്ടുകൊണ്ട് വരാം. ഞാൻ അവിടെ ചെന്നപ്പം കിടന്ന് വിറക്കിയ ഭയങ്കര പറയൽ. ഉടനെ ഒരു ടാക്സി പിടിച്ചും കൊണ്ടുവന്നു. എനിക്ക് അസുഖമൊന്നുമില്ല സാർ. ആഹാ, അതാണോ തീരുമാനിക്കേണ്ടത്? എം ഡിക്കാരൻ ഡോക്ടർ പറയാൻ എനിക്ക് രോഗമുണ്ടെന്ന്. ഞാൻ ഒരാഴ്ചയോടെ കട. അസുഖം മാറിയിട്ട് നിങ്ങൾ കുറച്ചു ദിവസം എന്റെ കൂടെ താമസിക്കും. എടോ, തന്നെ നോക്കാൻ ആൾ ഇപ്പോഴാ വേണ്ടത്. സാറേ, നമുക്ക് ഇയാളെ പിടിച്ച ഉടനെ പെണ്ണ് കിട്ടി. അപ്പൊ എന്ന് പറയട്ടെ, എടോ, തനിക്ക് വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ഞാൻ മണിയുടെ കൊടുത്തു വിടാം. ഗുഡ് ഈവനിങ് സർ. ഉച്ചയ്ക്കാണ് അറിഞ്ഞത്. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് സർ? ഓ സാരമില്ല, ഒരു ചെറിയ പനി. സാറില്ലാത്തതുകൊണ്ട് കോളേജിൽ ഒരു രസവുമില്ല. എന്തൊരു ബോറ്. എക്സ്ക്യൂസ് മീ സിസ്റ്റർ, സാറിന്റെ ഡയറ്റ് എന്താ? റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല.
വൈകുന്നേരം ലേശം കഞ്ഞി കൊടുക്കാം. കഞ്ഞി ഉണ്ടാക്കി ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തയക്കാം. ഡോണ്ട് ബോദർ. ഒരു ബോധറേഷനില്ല. ഐ വിൽ ഡെഫിനറ്റ്ലി സെൻഡ് ഇറ്റ്. ഇറ്റ്സ് മൈ പ്രിവിലേജ്. ഓക്കെ, ബൈ. ഗുഡ് മോർണിംഗ്. ഇപ്പോഴെങ്ങനെയുണ്ട് സർ? ഐ ആം ഓൾ റൈറ്റ്. പെട്രോളിന് വില കൂടിയ ഈ കാലത്ത് സാറിന് ടാക്സി കാശ് ലാഭമായി. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സാറിന് ഞാൻ എവിടെയെല്ലാം നോക്കി. എപ്പോഴാ പോകുന്നത്? കുറച്ച് വൈകും. ഞാൻ വെയിറ്റ് ചെയ്യാം. എന്തിന്? സാറിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. താങ്ക്സ്. മീരയ്ക്ക് പോകാം. സർ, ഇറ്റ് ഈസ് മൈ പ്ലഷർ സർ. ആവശ്യമില്ല പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത്. യു മേ ഗോ. താൻ എന്തിനാടോ കുട്ടിയോട് ചൂടായത്? അവൾ നല്ല കുട്ടിയാണ്, അല്പം സോഷ്യബിൾ ആണെന്ന് മാത്രം. എനിക്ക് ആ കുട്ടിയുടെ പേരൻസിനെ നല്ലവണ്ണം അറിയാം. ദേ ആർ വെരി റിച്ച്. സാർ, ഇന്ന് കോളേജിൽ പഠിത്തമില്ലെന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ തിരികെ പോകുന്നു. കോളേജിൽ പഠിക്കുന്ന ഏതോ ഒരു പെൺകുട്ടി വിഷം കഴിച്ച് ചത്തെന്നു. താങ്ക് യു. സാർ, സാർ എന്നെ ഇതുവരെ വീട്ടിലേക്ക് ക്ഷണിച്ചില്ലല്ലോ. മീരയ്ക്ക് വരാമല്ലോ. മീര ഇരിക്കൂ. ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ സാർ. സാർ രാവിലെ ഒന്നും കഴിച്ചില്ലേ? ഇല്ല, വിശപ്പ് തോന്നില്ല. ഇത് കഴിക്കണം സാർ, ഞാൻ കമ്പനി വരാം. എന്താ വേണ്ടത്? സാറിന്റെ കയ്യിൽ ആൻഡോളജിക്കല വേറെ പറ്റുണ്ടോ സാറേ? ലൈബ്രറി കോപ്പി ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്തുപോയി. അപ്പൊ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം. സാർ, അവന്മാര് എന്തിനാ വന്നറിയാമോ? അതൊക്കെ ഇവിടെ വെച്ചാൽ മതി, ആ ബോയ് വന്ന് എടുത്തുകൊള്ളും. ഇതിനൊക്കെ ഞാൻ മതി.
സാറെന്താ ഈയുടെ കവിതയൊന്നും എഴുതാത്തത്? എന്റെ മമ്മിക്ക് സാറിന്റെ കവിതകളെന്ന് വെച്ചാൽ വലിയ ജീവനാ. എപ്പോഴും പറയും സാറിനെ ഒന്ന് വിളിച്ചോണ്ടില്ലേ. സാർ ഇന്ന് എന്റെ കൂടെ വരണം, പെട്ടെന്ന് പോരാ. നോ, അതെന്താ സാർ? ഇന്ന് വേണ്ട. എങ്കിൽ നാളെ വരാമോ? നോക്കാം. ഞാൻ ഈ പുസ്തകം എടുത്തു വരട്ടെ സാർ? താങ്ക്സ്. ഗുരുപത്നിയെ ബഹുമാനിക്കണ്ടേ സാർ? So now, today, we start with the prose. കാര്യം തുറന്നു പറയാന്നുള്ളത് എന്റെ ഒരു സ്വഭാവമാണ്. അതിലാരും പരിഭവിച്ചിട്ട് കാര്യമില്ല. ഇതെവിടെ കേട്ടിട്ടുണ്ട് ഗുരുവും ശിഷ്യയും തമ്മിൽ? അച്ഛനെന്താ ഒരു ദഹനക്കേട്? സാറായെല്ലാം വളമച്ചു കൊടുക്കുന്നത്. അച്ഛന്റെ ബർത്ത്ഡേ കേട്ടത് ഇവിടെ എന്തോ സംഭവിച്ചെന്ന്. ഇതിനൊക്കെ കൂടുതൽ എന്തോ സംഭവിക്കാനാ അവിടെ? ഒരാണും പെണ്ണും തമ്മിൽ സ്നേഹിച്ച ഇവിടെ എന്തോ സംഭവിക്കാനാ? ആണും പെണ്ണു ഇത് അധ്യാപകന്റെ വിദ്യാർത്ഥിയുടെയും പ്രശ്നമാണ്. ഈ കോളേജിന്റെ അന്തസ്സ് നശിക്കുന്നതിന്റെ പ്രശ്നമാണ്. ഓഹോ, അതിനിപ്പോ എന്താ വേണം? ചേരാമ താനും ചുമ്മാരിടും. ഇവിടെ പുതുതായിട്ട് വരുന്ന ഒരു അൺപോപ്പുലർ ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. ദാണ്ടേ അതിവിടെ നടക്കത്തില്ല. അയ്യോ എന്റെ സാറേ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ സ്നേഹിക്കുക, പ്രേമിക്കുക, എഴുത്തു കൊടുക്കുക, എന്തോ വേണമെങ്കിലും ചെയ്യേ. ദാണ്ടേ പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നേരത്ത് എന്താ കാര്യം? ആ, ഇവിടെ പൂച്ച തന്നെയാ പൊന്നൊരുക്കുന്നേ. സാർ, സാറിനെ പ്രിൻസിപ്പാൾ വിളിക്കുന്നു. താൻ പോയി കണ്ടിട്ട് പാടും. എന്താണ് ഈ കേൾക്കുന്നതിന്റെ അർത്ഥം? കോളേജിൽ വരുന്നത് പഠിപ്പിക്കാനല്ലേ? നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാൽ കുട്ടികളുടെ കാര്യത്തിൽ എന്ത് ചെയ്യും? എന്തു പറഞ്ഞു? ഇൻസ്റ്റിറ്റ്യൂഷൻ അവമാനം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. I just can't stand this. താൻ ഒരു കാര്യം ചെയ്യും, പോൾ സാറിനെ പോയി കാണും. അത് വേണോ? പോൾ സാറിനെ കാണുന്നതുകൊണ്ട് എന്താ? ഹീസ് എ നൈസ് മാൻ. രാവിലല്ലോ എനിക്ക് ഇത് കോളേജിൽ വരാൻ പറ്റിയില്ല. ഏതൊരു റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു. മോളെ 2 ചായ വേണം എനിക്ക്. പ്രിൻസിപ്പളിനെ കണ്ടോ? എന്തു പറഞ്ഞു? ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. പരിഭ്രമിക്കാനൊന്നുമില്ല, ലൈറ്റായിട്ട് എടുത്താൽ മതി, എല്ലാം ശാന്തമായിക്കൊള്ളും. എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റ് ഐ വെരി മച്ച് റിഗ്രറ്റ് സർ. നാം അറിയാതെയല്ലേ പലതും സംഭവിക്കുക. പിന്നെ ചിലർ കുത്തിപ്പൊക്കി വെറുതെ വഷളാക്കുന്നതാണ്. എനിക്കറിയാം എല്ലാവരെയും. ഇതാദ്യമൊന്നുമല്ല. സൂസന്ന, നിങ്ങൾ പരിചയമുണ്ടോ? ഇവളെന്റെ സഹോദരിയുടെ മകളാണ്. 4-5 മാസമായി അവൾ ഇവിടെയാണ് താമസം. ഇരിക്കുമോളെ. നിങ്ങൾ എവിടെ വെച്ചാണ് പരിചയം? ഞങ്ങൾ തമ്മിൽ മിസ്റ്റർ ജെയിംസിന്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഓ, ഐ സീ. അപ്പോൾ രാഹുലിന് കഥകളൊക്കെ അറിയാമല്ലേ? ഡേവിസ് എന്റെ അടുത്ത സുഹൃത്തായിരുന്നു. ചൈൽഡ്. ഇവരുടെ ബ്രദറില്ലേ അലക്സ്, ഡോക്ടർ അലക്സ്? ജെയിംസിന്റെ മകൾ റീനയും അലക്സുമായുള്ള വിവാഹം അടുത്ത മാസം 15-ാം തീയതിയാണ്. അതെങ്ങനെ ആകട്ടെ എന്ന് എല്ലാവരും തീരുമാനിച്ചു. ഞാൻ ഇറങ്ങട്ടെ സാർ? എങ്കിൽ ശരി. പ്രിൻസിപ്പളിനെ ഞാൻ നാളെ കാണാം. ഡോണ്ട് യു വറി മൈ ബോയ്.
ഞാൻ എത്ര നേരമായി ഇവിടെ വന്നിട്ടെന്നറിയാമോ? ഐ എം സോറി, ഞാനിപ്പോ ഉറങ്ങിപ്പോയി. ഇവിടെ നിന്ന് എന്തെങ്കിലും മോഷ്ടിച്ചാലും അറിയില്ലല്ലോ. അതിനിവിടെ നിന്ന് മോഷ്ടിക്കാൻ? ഞാനിവിടെ ഇരിക്കട്ടെ സാർ. മീര ഇപ്പൊ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ വന്ന സാറിന് ഇഷ്ടമായി. അതുകൊണ്ടല്ല, ഞാൻ സാറിനെ ക്ഷണിക്കാനാണ് വന്നത്. എന്താ വിശേഷിച്ച്? ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഊണ് കഴിക്കണം. ഇന്ന് വേണ്ട, എനിക്ക് നല്ല സുഖമില്ല. എങ്കിൽ നമുക്ക് ഡോക്ടറെ പോയി കാണാം സാർ. ഹേയ്, അത്ര സീരിയസ് ഒന്നുമല്ല. എങ്കിൽ പിന്നെ എന്റെ കൂടെ വന്നാലെന്താ? ഒരു ദിവസം ഞാൻ വരാമെന്ന് പറഞ്ഞില്ലേ? സാറിനോട് പ്രോമിസ് ചെയ്തതാ. ഞാൻ വരാം. നോട്ട് ടുഡേ. ഓക്കെ. താൻ വീട്ടിൽ വരാമെന്ന് പറഞ്ഞല്ലേ പിരിഞ്ഞത്? പോൾ സാറിനെ കണ്ടിട്ട് മടങ്ങുമ്പോൾ അല്പം താമസിച്ചു പോയി. എന്നിട്ട് പോൾ സാർ എന്ത് പറഞ്ഞു? സാർ എന്ത് പറയാനാ? എന്നിട്ടും തനിക്കൊരു കൂസലുമില്ലല്ലോടൂ. ഇതെവിടെ നിന്ന് കിട്ടിയിടും? ആഹാ, ഇത്രയ്ക്കായോ? ഇനി ഇത് വെച്ച് താമസിപ്പിക്കണ്ട. ഞാൻ മീരയുടെ അച്ഛനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അവർക്കിത് വളരെ ഇഷ്ടമാണ്. അതിന് താൻ തരുന്നവരൊന്നും ഇല്ല. താൻ ഒന്നും പറയണ്ട. അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം. എനിക്ക് അല്പം ആലോചിക്കാനുണ്ട്. എന്താലോചിക്കാന്? ഇരിക്കൂ സാർ. മമ്മി, മമ്മി. എന്താ മോളെ? ഇരിക്കൂ. മീരയ്ക്ക് എപ്പോഴും മിസ്റ്റർ രാഹുലിനെ പറ്റി പറയാനേ നേരമുള്ളൂ. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണ് ഇവിടെ വന്നതെന്നറിയാമോ? ഡാഡി, ഡാഡി. ഞാൻ മിസ്റ്റർ രാഹുലിന്റെ കവിതകളൊക്കെ വായിക്കാറുണ്ട്. എനിക്ക് വളരെ താല്പര്യമാണ്. ഫോർ യുവർ ഇൻഫർമേഷൻ, കഴിഞ്ഞ മാസം റോട്ടറി വാർഷികത്തിന് ഞാൻ മിസ്റ്റർ രാഹുലിന്റെ ഒരു കവിത അവതരിപ്പിച്ചു. ഐ മീൻ റിസൈറ്റഡ്. എല്ലാവർക്കും വളരെ ഇഷ്ടമായി. എന്താ ഈടായി ഒന്നും എഴുതാറില്ലേ? Oh, he's your man. Yes, Daddy. Let me shake hands with him. Come on, sit down. Mr. Rahulan. Oh, I say, Mr. Rahulan. Rahulan literature അല്ലേ പഠിപ്പിക്കുന്നത്? You see this word. There are 7 letters in it. Can you choose? ഇതിലെ ഈ 24 extinct ആണോ distinct ആണോ? ഒരു ദിവസം കൂടി കഴിച്ചു രാഹുലൻ. മിസ്റ്റർ രാഹുലൻ, ഞങ്ങൾ വളരെ സീരിയസ് ആയി ആലോചിക്കുകയായിരുന്നു. ഐ മീൻ, മീരയ്ക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണ്. ആൻഡ് ഷീ സേസ് യു ആൾസോ ലൈക്ക് ഹർ. ആ സ്ഥിതിക്ക് ഇനിയും ഇത് നീട്ടണോ? ലിറ്റിൽ മോർ കോഫി ഡിയർ. യുവർ ഫ്രണ്ട് മിസ്റ്റർ ജയരാമൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമുക്കിതങ്ങ് പ്രൊസീഡ് ചെയ്തുകൂടെ? രാഹുലൻ ഇനി എന്നാ വീട്ടിലേക്ക് പോകുന്നത്? തീരുമാനിച്ചിട്ടില്ല. Then do one thing. അച്ഛനൊരു കത്തെഴുതും. എക്സ്പ്ലെയിൻ എവരിത്തിങ്. ഞാനും എഴുതാം. ഓക്കെ? എന്താണ് സാർ, തലവേദനയുണ്ടോ? ഇല്ല,
എന്നോട് ഇഷ്ടമില്ലേ? പിന്നെ എന്താണ് ഒന്നും മിണ്ടാത്തെ? ഞാനിനി ഏട്ടാന്ന് വിളിക്കട്ടെ? നിന്റെ ഇഷ്ടം. എന്നാൽ ഇനി നമുക്കിതങ്ങ് നടത്തിക്കൂടെ? എന്ന് വേണമെങ്കിലും നടത്താം. ഞങ്ങൾക്ക് അസൗകര്യമൊന്നുമില്ല. എത്രയും വേഗം ഇത് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പോൾ അടുത്ത ഞായറാഴ്ച, ദാറ്റ് ഈസ് നെക്സ്റ്റ് സൺഡേ, ഞങ്ങൾ അവിടെ എത്തും. ഡേറ്റ്സ് ഒക്കെ നമുക്ക് അന്ന് തീരുമാനിക്കാം. എനിക്ക് ഈ ഫോർമാലിറ്റികളിലൊന്നും വലിയ വിശ്വാസമില്ല. പിന്നെ എല്ലാവരെയും ഒന്ന് പ്ലീസ് ചെയ്യിപ്പിക്കണമല്ലോ. 17 വർഷം ഞങ്ങൾ സിംഗപ്പൂരിലായിരുന്നു. ഇവളെ പ്രസവിച്ചത് അവിടെ വെച്ച, പക്ഷെ പഠിച്ചതൊക്കെ ഇവിടെ. ബൈ ദ ബൈ രാഹുലൻ, ഇന്ന് വൈകിട്ട് ഡിന്നർ എന്റെ വീട്ടില. 7 മണിക്ക് ഞാൻ റൂമിൽ വരും. ഓക്കെ? എന്തായാലും ചെറുക്കം പറ്റിച്ചു കളഞ്ഞല്ലോ സാറേ. എല്ലാം നല്ലതിനാണല്ലോ. നമുക്കിതൊന്ന് ആഘോഷിക്കണം. ഒരു പുതിയ ട്രഡീഷൻ അല്ലേ? എന്ത് വേണമെന്ന് അച്ഛൻ പറയുന്നത്? ഒരു ചെറിയ ടീ പാർട്ടി വേണം, അത്ര തന്നെ. അച്ഛന്റെ ആഗ്രഹമല്ലേ, നടത്തിക്കളെ. കഥാനായകനൊന്നും മിണ്ടുന്നില്ലല്ലോ. ചെലവെന്റേത്. എന്നാ വേഗം ചെല്ലേ. ഞാൻ കണ്ടിട്ടുണ്ട്. Come on, my boy. അവിവാഹിതനായി എന്നെ പോലെ ഈ കോളേജിലെത്തി 6 മാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങളിൽ പലർക്കും സാധിക്കാത്തൊരു മഹാകാര്യം സാധിച്ചെടുത്ത മിസ്റ്റർ രാഹുലന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കൺഗ്രാറ്റുലേഷൻ. താനെന്തിനാ അഭിനന്ദിക്കുന്നത്? താൻ ഇവിടുത്തെ അഭിവാദന സംഘടനയുടെ സെക്രട്ടറി അല്ലേ? ഇതിലെ പെർമനന്റ് മെമ്പർ അല്ലേ? റീന തനിച്ചേ ഉള്ളൂ? വരൂ. ഇരിക്കൂ. റീന ഒറ്റയ്ക്ക് രാത്രി? അലക്സ് എവിടെ? ഓ, അലക്സ്. പപ്പ വീട്ടിലുണ്ട്, സുഖമായിരിക്കുന്നു. പപ്പയ്ക്ക് അറിയാമോ ഇവിടെ വന്നത്? ഇല്ല. അന്വേഷിക്കില്ലേ? അന്വേഷിക്കും. അപ്പോൾ എന്നെ കാണുകയില്ല. റീനെ? രാഹുൽ, ഞാൻ തിരിച്ചു പോകാനല്ല വന്നത്. എനിക്ക് തിരിച്ചു പോകാൻ ഇടമില്ല. അത് ഞാൻ മനസ്സിലാക്കിയത് താമസിച്ചാണെന്ന് മാത്രം. വളരെ ആലോചന ശേഷമാണ് ഞാൻ ഇവിടെ എത്തിയത്. പപ്പയാണ് ശരിയെന്നും പപ്പയുടെ ഇഷ്ടമാണ് വലുതെന്നും ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസം തെറ്റാണെന്ന് ഇപ്പോഴെനിക്ക് തോന്നുന്നു. എനിക്ക് ആശ്വാസം പകരാൻ ഒരേ ഒരാൾക്ക് കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. ആ ആളുടെ മുന്നിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. രാഹുൽ എന്താ ഒന്നും മിണ്ടാത്തത്? എനിക്കറിയാം ഞാൻ എന്തുമാത്രം രാഹുലിനെ വേദനിപ്പിച്ചു എന്ന്. എന്നെ കുറിച്ചുള്ള ഓർമ്മകൾ മായ്ച്ചു കളയാൻ അങ്ങ് ശ്രമിക്കായിരിക്കും. ഞാൻ താമസിച്ചിട്ടില്ലല്ലോ രാഹുൽ. ഇല്ല, താമസിച്ചിട്ടില്ല.
Come on, Daddy. ഇതെന്താ ഇരട്ടിയിട്ടും ലൈറ്റ് ഇട്ടില്ലേ? ഇതാരാ? ഇത് റീന. റീനയോ? മിസ്റ്റർ രാഹുലിന്റെ ആരാ? എന്റെ ഓ, മറ്റൊരു ഗേൾ ഫ്രണ്ട് ആയിരിക്കും. നിങ്ങളെപ്പറ്റി ഞാൻ ഇങ്ങനെയല്ല വിചാരിച്ചത്. എന്റെ മകൾ മറ്റു പലരിലൊരാളാകുന്നത് എനിക്കിഷ്ടമല്ല. യു ആർ എ ചീറ്റ്. വാ മോളെ. വരാൻ. വരാനല്ലേ പറഞ്ഞു? ഒന്നും എനിക്കറിയില്ലായിരുന്നു രാഹുൽ. ഞാനെല്ലാം തകർത്തു അല്ലേ? റീനെ,